മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മെഴുക് പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രശസ്ത മെഴുക് പ്രതിമ ശില്പിയും സുനിൽ സ്വാക്സ് മ്യൂസിയം മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കണ്ടല്ലൂർ തയ്യാറാക്കിയ ശില്പത്തിന്റെ അനാച്ഛാദനം ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മൻ നിർവഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൂര്യകൃഷ്ണമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. തിരുവിതാംകൂർ രാജകുടുംബാംഗം പ്രിൻസ് ആദിത്യവർമ്മ മുഖ്യ അതിഥിയായിരുന്നു. ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതിമ നിർമ്മിക്കാനായതിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ടെന്ന് ശില്പി സുനിൽ കണ്ടല്ലൂർ പറഞ്ഞു. നമസ്കാരം, ഞാൻ സുനിൽ കണ്ടല്ലൂർ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സുനിൽ സ്വാക്സ് മ്യൂസിയം തിരുവനന്തപുരത്തുമാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് സുനിൽ സ്വാക്സ് മ്യൂസിയം. ഇന്ന് ഒരു പ്രത്യേക അവസരത്തിലാണ്, പ്രത്യേക ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മെഴുക് പ്രതിമ ഉദ്ഘാടന ശേഷമാണ് സന്തോഷവും അതിലേറെ ദുഃഖവും. ഇത്ര ജനകീയനായ ഒരാൾ, നേതാവ്, ഒരു ഇത്രയധികം ജനമനസ്സുകളിൽ കയറിയ, ജനങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടനോ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സയന്റിസ്റ്റോ ഒന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹം ഓരോ കൊച്ചുകുട്ടികൾ പോലും എങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ആ സമയം മുതലേ നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെഴുകുന്നത് നടത്തണമെന്നുണ്ടായി. അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു 15 വർഷം മുമ്പ് സാറിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് നമ്മൾ മോഡൽ ചെയ്തു വെച്ചിരുന്നതാണ്. പക്ഷേ 15 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി സാറിനുണ്ടായ മാറ്റം, ശാരീരികമായി അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഉണ്ടായ ഒരു മാറ്റം, അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതേ മെഷർമെൻറ്റിൽ ആണ് നമ്മളിപ്പോൾ രൂപമാറ്റം പറ്റി ഇപ്പോഴത്തെ പ്രായത്തിൽ എന്നാൽ ആരോഗ്യവനായ ഒരു ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനാച്ഛാദനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വോയ്സ് ന്യൂസ് ഡെസ്ക്.